യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് യേശുനാമത്തിൽ വന്ദനം. ജൂബിലി ധ്യാന കേന്ദ്രത്തിൻ്റെ ജുബിലാത്ത എന്നു പേരായ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-3 വചനങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. ഇത് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളാണ്. പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായ ഒരു കാര്യം നമ്മളെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്മ കൈവരാൻ, ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ ഒരു ജീവിതം ഈ ലോകത്തിൽ നമുക്ക് സാധ്യമാകണം എങ്കിൽ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് പറയുമ്പം അതിൽ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, മാതാപിതാക്കളെ സ്നേഹിക്കുക. 2, മാതാപിതാക്കളെ അനുസരിക്കുക. 3, മാതാപിതാക്കളെ സംരക്ഷിക്കുക. ഈ 3 കാര്യങ്ങളും നീ നിൻ്റെ മാതാപിതാക്കളോട് ചെയ്യുന്നില്ലെങ്കിൽ നീ നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇത് നമുക്ക് ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് ജീവിതത്തിൽ ആശീർവാദം നൽകുന്ന, അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. നിൻ്റെ അപ്പനെയും അമ്മയെയും നീ സ്നേഹിക്കണം. എന്തുകൊണ്ടാണ് നീ അവരെ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം? ദൈവമായ കർത്താവ് നിന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ, നിനക്ക് ജന്മം നൽകാൻ ഉപയോഗിച്ചത് നിൻ്റെ മാതാവിനെയും നിൻ്റെ പിതാവിനെയുമാണ്. അപ്പം അതുകൊണ്ട് നിൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ് നീ ജന്മമെടുത്തത്. ദൈവം അവരെയാണ് നിനക്ക് വേണ്ടി ഉപയോഗിച്ചത്. അവരെ നീ സ്നേഹിക്കണം. അവരോട് നിനക്ക് സ്നേഹമുണ്ടാകണം. നീയും അവരും തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. അവരുടെ മാംസമാണ്, അവരുടെ രക്തമാണ് നിൻ്റെ സിരകളിലൂടെ ഓടുന്നത്. ആകയാൽ സഹോദര സഹോദരി, നിൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ ഉള്ള കടമ നിനക്കുണ്ട്. സ്നേഹിക്കുക മാത്രമല്ല, അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൻ്റെ അടുത്ത കാര്യമാണ് അവരെ അനുസരിക്കുക. മാതാവിനെയും പിതാവിനെയും അനുസരിക്കുക. അവർക്ക് അനുസരണമുള്ള ഒരു മകനായി, അവർക്ക് അനുസരണമുള്ള ഒരു മകനായി, മകളായി നമ്മൾ വളരണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പലപ്പോഴും പല മക്കളും തങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. യേശുവിനെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 51-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. തൻ്റെ മാതാപിതാക്കൾക്ക് വിധേയനായി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് അനുസരണമുള്ള ഒരു മകനായി അവൻ ജീവിച്ചു. യേശു ഒരു മകൻ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഒരു മകൾ ഈ ലോകത്തിൽ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടത് എന്നതിന് മാതൃക യേശു തന്നെയാണ്.
പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നാം ഇപ്രകാരം 1 മുതലുള്ള വാചനങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. വീണ്ടും 6-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. വാക്കിലും പ്രവൃത്തിയിലും അവ ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. ദൈവം ഓർമ്മിപ്പിക്കുന്ന വചനം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യമാണ്: മാതാപിതാക്കൾക്ക് വിധേയരായി അവരെ അനുസരിച്ച് ജീവിക്കുക. ഇങ്ങനെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ. മാതാപിതാക്കൾ നമ്മളെക്കാൾ കൂടുതൽ ജ്ഞാനം ലഭിച്ചവരായതുകൊണ്ട് കുഞ്ഞുങ്ങൾ, മക്കൾ മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് അനുസരിച്ച് വേണം, അനുസരണമുള്ള ഒരു മകനായിട്ട്, ഒരു മകളായിട്ട് വളരണം. മാതാവിൻ്റെയും പിതാവിൻ്റെയും ശിക്ഷണം നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, തിരുവചനം നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുക. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ശിക്ഷണം കിട്ടാതിരുന്നാൽ, പ്രിയമുള്ളവരെ, നമ്മൾ മക്കളല്ല, ജാരസന്തതികളാണെന്ന് തിരുവചനം നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളുടെ ശിക്ഷണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 7-ാം തിരുവചനം പറയുക: ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണോ ഉള്ളത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നീ ഒരു മകനാണെങ്കിൽ പിതാവിൻ്റെ, മാതാവിൻ്റെ ശിക്ഷണം നിനക്ക് കിട്ടിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മാതാപിതാക്കളുടെ ശിക്ഷണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കണക്കാക്കിയേ പറ്റൂ. ശിക്ഷണ വിധേയരാകണം. മാതാപിതാക്കളുടെ ശിക്ഷണ വിധേയനായി ദൈവഭയമുള്ള, ദൈവഭക്തിയുള്ള ഒരു മകനായി, മകളായി നമ്മൾ വളരണം എന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഇനി കുറച്ച് നാൾ കഴിയുമ്പം നിൻ്റെ ജീവിതാവസ്ഥയൊക്കെ തിരഞ്ഞെടുത്ത് നീ വിവാഹിതനായി, കുഞ്ഞുങ്ങളുണ്ടായി, ഒരു കുടുംബമായി ഒക്കെ ജീവിക്കുന്ന അവസരത്തിൽ നിൻ്റെ മാതാപിതാക്കൾ പ്രായമായി വാർദ്ധക്യത്തിലേക്ക് അവർ പ്രവേശിച്ചു. വൃദ്ധരായ നിൻ്റെ മാതാപിതാക്കളോട് നിനക്കൊരു കടമയുണ്ട്. വാർദ്ധക്യത്തിലും നിൻ്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളോട് നീ കാണിക്കുന്ന ബഹുമാനം എന്താണ്? പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. വാർദ്ധക്യത്തിലെത്തിയ നിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള കടമ നിനക്കുണ്ട്. വാർദ്ധക്യത്തിലെത്തിയ നിൻ്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കുന്നില്ലെങ്കിൽ അത് വലിയ ഘോരമായ ഒരു പാപമാണ്. വാർദ്ധക്യത്തിലെത്തിയ നിൻ്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കാതെ അവരെ നീ ദുഃഖത്തിലാഴ്ത്തിയാൽ അത് നിൻ്റെ ജീവിതത്തിൽ വലിയൊരു ശാപമായിട്ട് മാറും. അങ്ങനെ ശാപമേൽക്കുന്നൊരു മകനായി, മകളായി നീ മാറരുത്. അതുകൊണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പറയാണ്: മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക,
മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. നിന്റെ പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ ദൈവമായ കർത്താവ് ഓർപ്പിക്കുകയാണ്, മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും അവരെ സംരക്ഷിക്കുന്നതും പ്രധാനപ്പെട്ടതാണ്. മറിച്ച് മാതാവിനെയും പിതാവിനെയും ധിക്കരിക്കുക, അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സഹായിക്കാതിരിക്കുക, അവരെ സംരക്ഷിക്കാതിരിക്കുക, ഇതെല്ലാം നിൻ്റെ മേൽ ശാപം വരുത്തി വയ്ക്കുന്നുണ്ട് എന്ന് നീ തിരിച്ചറിയണം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. ഇന്ന് ഈ ശാപം പേറുന്ന അനേകർ ഈ ലോകത്തിലുണ്ട്. വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാതെ അവരെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുചെന്നാക്കി തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്ന മക്കൾ. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത നാളിൽ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ഒരു സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ അമ്മ വയസ്സ് 90 അമ്മയുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു. ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് ഇനി മുതൽ എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാൻ സാധിക്കില്ല. ആ മകള് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്ന ആ മകള് അവളുടെ മറ്റെല്ലാ പ്രവൃത്തികളും മാറ്റിവെച്ച് അമ്മയെ ശുശ്രൂഷിക്കാനായി ശേഷിച്ച സമയം മുഴുവൻ കൊടുത്ത് അമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്ത് ആ വീട്ടിൽ നിന്നും ഒരിക്കൽ പോലും അകന്നു നിൽക്കാതെ തൻ്റെ മാതാവിനെ ശുശ്രൂഷിച്ച ഒരു മകള്. അതുകൊണ്ട് ആ മകളുടെ മടിയിൽ തല ചായ്ച്ച് ആ അമ്മയ്ക്ക് മരിക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, തൻ്റെ അമ്മയുടെ അവസാനത്തെ മണിക്കൂറും തൻ്റെ അമ്മയോടൊപ്പം ഉണ്ടായിരിക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം ആ മകൾക്കുണ്ട്. അനുഗ്രഹത്തിൻ്റെ നടുവിലാണ് ആ കുടുംബം ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനുഗ്രഹീതരായി തീരേണ്ടവരാണ് നമ്മൾ. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് കിട്ടാതെ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ നമുക്കാണ് കടമ. ആകയാൽ ആ കടമയിൽ നിന്നും പിന്നോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇപ്രകാരം തിരുവചനം പറഞ്ഞിരിക്കുകയാണ്: മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും, ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും, അവനോടുകൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. വീണ്ടും മകനെ 2-ാമത്തെ തിരുവചനം: മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും, സ്നേഹിതരുടെ മുമ്പിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ ശിക്ഷണത്തിൽ വളർത്തണം എന്ന്
കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇത് മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കടമയാണ്. മാതാപിതാക്കൾ ഇത് ചെയ്യുമ്പം അതിനോട് സഹകരിക്കുക എന്നത് മക്കളുടെ കടമയാണ്. ആകയാൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഒരു കടമയാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുന്നത് വലിയ ഒരു ദ്രോഹമാണ്. അവരെ കേവലം ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലാക്കാനല്ല, മറിച്ച് അവരെ നിൻ്റെ ഭവനത്തിൽ തന്നെ സംരക്ഷിച്ച് അവരെ സ്നേഹത്തോടുകൂടെ അവരുടെ വാർദ്ധക്യത്തിൽ സന്തോഷത്തോടെ മരിക്കുവാൻ അവസരമുണ്ടാക്കി കൊടുക്കുക എന്നത് മക്കളുടെ ദൗത്യമാണ്. ആ ഒരു കൃപ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. തലമുറകളിലേക്ക് അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ വർദ്ധിക്കട്ടെ. ഈ കൃപാവരം ഉണ്ടാകാൻ ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിലെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹവും ദൈവകൃപയും നമുക്ക് വാങ്ങിത്തരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നവൻ കർത്താവിനെ ബഹുമാനിക്കുന്നു എന്നാണ് തിരുവചനം പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഏതെങ്കിലും തരത്തിൽ എന്നെങ്കിലും നമ്മുടെ ജീവിതം നമ്മുടെ മാതാപിതാക്കൾക്ക് ദുഃഖത്തിന് കാരണമായി തീർന്നെങ്കിൽ, നമ്മുടെ ജീവിതം വഴിയായി മാതാപിതാക്കളുടെ ഹൃദയം വേദനിക്കാൻ ഇടയായാൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉയർത്താൻ കഴിയാതെ പോയി. അവരുടെ ജീവിതത്തെ പലപ്പോഴും അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നൊരു മകനായി മകളായിട്ടാണ് നമ്മൾ വളർന്നതെങ്കിൽ, അതിലൂടെ അവർക്കുണ്ടായ മനോക്ഷതങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, നമ്മളുണ്ടാക്കിയ അപമാനങ്ങൾ, അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു പീഡയായി, ശാപമായി അത് തലമുറകളിലേക്ക് സംഭവിക്കപ്പെടും എന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവത്തിൻ്റെ കരുണ, ആ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. ആ മനോഭാവത്തോടെ ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ തെറ്റായ ചെയ്തികളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഇതാ പ്രഭാഷകൻ്റെ പുസ്തകം 16-ാം അധ്യായം 1, 2, 3 തിരുവചനം ഇപ്രകാരം ഓർപ്പിക്കുകയാണ്: കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യനായി മരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനങ്ങൾ നമുക്കോർക്കാം. നമ്മുടെ ജീവിതം ദൈവഭക്തി ഉള്ളതാണെങ്കിൽ, ഒരു ദൈവഭക്തൻ, ദൈവഭയമുള്ള ഒരു മകൻ, ഒരു മകൾ തൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കും, അവരെ അനുസരിക്കും, അവരെ സംരക്ഷിക്കും, അവരെ സ്നേഹിക്കും. ആ കൃപ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായെങ്കിൽ, ഇന്ന് ഈ സമയം നമുക്ക് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിഘോരമായ എൻ്റെ പാപങ്ങൾ, എൻ്റെ തിന്മകൾ നീ എടുത്തു മാറ്റി, കർത്താവേ, എൻ്റെ മാതാപിതാക്കളോടുള്ള കടമകൾ യഥാസമയം നിർവഹിക്കാൻ തക്കവിധം എൻ്റെ ഹൃദയം സജ്ജമാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതം നിന്ദയ തേടുന്നു കരുണാമയ. ജീവിതം നിന്ദയ തേടുന്നു കരുണാമയ. വഴിവിട്ട ബന്ധങ്ങൾ, അടങ്ങാത്ത മോഹങ്ങൾ, അടിതെറ്റി വീഴുന്നു അതിദാരുണം. വഴിവിട്ട ബന്ധങ്ങൾ, അടങ്ങാത്ത മോഹങ്ങൾ, അടിതെറ്റി വീഴുന്നു അതിദാരുണം. കരുണക്കടലേ, കണ്ണ
ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഈശ്വരേ, ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വരേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.